ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ കെയർ ടിപ്സിൻ്റെയോ അല്ലെങ്കിൽ ഹെയർ പാക്കിൻ്റെ വീഡിയോസോ ഒന്നുമല്ല. നമ്മുടെ കുറച്ച് നാൾ മുന്നേ, അതായത് ഏകദേശം 2-3 മാസം മുന്നേ നമ്മുടെ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ വൈറലായിട്ടുള്ള ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇപ്പോൾ വന്നേക്കുന്നതെന്ന്. കാരണം ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 2 മാസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പം ഞാനത് ഉപയോഗിച്ചിട്ട് എനിക്ക് ജെന്യുവനായിട്ടുള്ള റിസൾട്ട് കിട്ടിയാൽ മാത്രമേ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര നാളത്തെ ലേറ്റ് ആയത്. കാരണം ഞാൻ ഈയിടെ 2 മാസം മുന്നാണ് ഇത് വാങ്ങിയത് തന്നെ. അപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട്, ഞാൻ ജെന്യുവൻ ആയിട്ടുള്ള റിസൾട്ടാണ്, അത് ഈ വീഡിയോ മുഴുവൻ പറയുന്നതാണ്. അപ്പം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ബൃന്ദ. അതുപോലെ തന്നെ വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് കൂടെ ചെയ്യാൻ മറന്നേക്കല്ലേ. പിന്നെ കമൻറ്റ്, ഷെയർ എല്ലാം ഒന്ന് ചെയ്തേക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് ഒന്ന് കടന്നാലോ. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് വാസ്ലിൻ്റെ ഗ്ലൂട്ടാഹയ സെറമിൻ ലോഷനാണ് കേട്ടോ. ഞാനിത് വാങ്ങിയിട്ട് കുറച്ച് 2 മന്ത്സായി. അപ്പോൾ അതിൻ്റെ റിവ്യൂ കാര്യങ്ങളാണ് ഇതിലായിട്ട് പോസ്റ്റ് ആക്കുന്നത്. ഇതിനാണെങ്കിൽ മെയിനായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു 6 ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. അതായത് മെയിനായിട്ടുള്ള കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ നയാസിനിമൈഡ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഗ്ലിസറിൻ ഉണ്ട്, പിന്നെ ഫോം ഓഫ് ഹൈലറോണിക് ആസിഡ് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെന്താ ഗ്ലൂട്ടാത്തൈൻ ഉണ്ട്, പിന്നെ പെട്രോളിയം ജെല്ലി ഉണ്ട്, അതുപോലെ തന്നെ പെർഫ്യൂം ഉണ്ട്, പിന്നെ പാരബൻ ഉണ്ട്. പക്ഷെങ്കിൽ ഇതിലാണെങ്കിൽ ഏറ്റവും മെയിനായിട്ടുള്ളത് നയാസിനിമൈഡ് ആണ്. നിങ്ങൾ പേര് കേൾക്കുമ്പോൾ ഒരു ഗ്ലൂട്ടാത്തൈൻ ആണ്, പക്ഷേ ഗ്ലൂട്ടാത്തൈൻ്റെ പെർസെൻറ്റേജ് ഇതിൽ വളരെയധികം കുറവാണ്. കൂടുതൽ നിൽക്കുന്ന നയാസിനിമൈഡ് ആണ്. അതുപോലെ തന്നെ ഈ നയാസിനിമൈഡ് എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ടല്ലോ, ഇത് നല്ല അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നും കാര്യങ്ങളൊക്കെ ഗ്ലോ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ 3 വേരിയൻസ് ഉണ്ട്. പക്ഷെ ഞാൻ സെലക്ട് ആക്കിയിട്ടുള്ള ഇതാണ് സെലക്ട് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഓയിലി സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി വേറെ യൂട്യൂബേഴ്സിൻ്റെ കുറേ വീഡിയോ കണ്ടിട്ടാണ് ഇത് വാങ്ങിയത്. കാരണം എന്ന് വെച്ചാൽ ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ പ്രൊഡക്ട്സും വാരി വലിച്ച് യൂസ് ആക്കാൻ പറ്റത്തില്ല. കാരണം പിമ്പിൾസ് ഒക്കെ ഒത്തിരി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഞാൻ റിസർച്ച് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയത്. എനിക്ക് പേഴ്സണലി ഇത് ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. കാരണം ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓയിലി സ്കിന്നുകാർക്കും ഇത് ധൈര്യമായിട്ട് യൂസ് ആക്കാൻ പറ്റുന്നത്. കാരണം എൻ്റെ ഓയിലി സ്കിന്നാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ ടെക്സ്ചർ എന്താണെന്ന് വെച്ചാൽ ജെൽ ബേസ് ആയിട്ടുള്ളതാണ്. അതായത് ഇടുമ്പം തന്നെ പെട്ടെന്നാണ് അബ്സർവ് ആവുന്നത്. പിന്നെ ഇതിലാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് 10x മോർ പവർഫുൾ ദാൻ വിറ്റാമിൻ സി. അതായത് വിറ്റാമിൻ സിയെക്കാട്ടിൽ 10 മടങ്ങ് ഗ്ലൂട്ടാത്തൈൻ ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ്. പിന്നെ കുറച്ച് ആൾക്കാർ വിചാരമുണ്ട് ഗ്ലൂട്ടാത്തൈൻ ആയതുകൊണ്ട് തന്നെ എന്തോ പെട്ടെന്ന് അങ്ങ് വെളുത്തിട്ട് പാറും, അങ്ങനെയൊക്കെ ഒരു വിചാരമുണ്ട്. പക്ഷേ അങ്ങനല്ല. ഇത് ഗ്ലൂട്ടാത്തൈൻ്റെ അളവ് കുറവാണ്. ഞാൻ പറഞ്ഞതുപോലെ നയാസിനിമൈഡാണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഗ്ലൂട്ടാത്തൈൻ്റെ കണ്ടന്റ് കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെളുത്തിട്ട് പാറണം അങ്ങനെയുള്ള ഒന്നുമല്ല. നമ്മുടെ സ്കിൻ ജസ്റ്റ് ഒന്ന് ബ്രൈറ്റൻ ആകാനൊക്കെ തന്നെ ഹെൽപ്ഫുൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ മാറാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ഒരു ലോഷനാണ് ഇത്. പിന്നെ കൂടുതൽ പേരും ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഓയിലി സ്കിൻ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതുവരെ ഒരു കുഴപ്പമൊന്നും വന്നിട്ടില്ല. കാരണം എൻ്റെ ഫേസ് ഞാൻ പറഞ്ഞിട്ട് 2 മാസം ഞാൻ യൂസ് ആക്കിയിട്ടുണ്ട്. അതിലാണെങ്കിൽ ഫേസ് എനിക്ക് നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ടുണ്ട്. മീൻസ് നേരത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ സൺസ്ക്രീൻ മാത്രം ഇടുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇതൊന്ന് ജസ്റ്റ് യൂസ് ആക്കി നോക്കി, ഫേസിൽ അപ്ലൈ ചെയ്ത്, പിന്നെ അതുപോലെ തന്നെ ഹാൻഡിലും പിന്നെ ലെഗിലും എല്ലാം അപ്ലൈ ആക്കിയിട്ടുണ്ട്. ലെഗ് എന്ന് വെച്ചാൽ കാലിൻ്റെ ബോഡി ലോഷൻ ആണല്ലോ, അപ്പം അങ്ങനെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ, ബോഡി ലോഷൻ പോലെ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ 2 അടുത്തും അപ്ലൈ ചെയ്തിട്ട് എനിക്ക് യാതൊരു കാരണവശാലും ഒരു സൈഡ് എഫക്റ്റ് കാര്യം ഒന്നും തന്നെ വന്നിട്ടില്ല. ഫേസ് നല്ല രീതിയിൽ ബ്രൈറ്റൻ ആകുക, അതുപോലെ തന്നെ കയ്യിലുള്ള ടാനൊക്കെ മാറി വരുന്നുണ്ട്, ഒന്നുകൂടെ ബ്രൈറ്റ് ആയി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല, എനിക്ക് പേഴ്സണലി ഇല്ല. അതുപോലെ തന്നെ ഈ ഫേസിലാണെങ്കിൽ ഇടണമെന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് ആരെയും നിർബന്ധിക്കുന്നില്ല. എല്ലാവരും ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം ഉപയോഗിക്കാം. എനിക്ക് എന്തായാലും പേഴ്സണലി കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നോ അല്ലെ ചെയ്യേണ്ടെന്നോ ഒന്നും ഞാൻ നിർബന്ധിക്കുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ ബോഡിയിലാണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് യൂസ് ആക്കാം, നോ പ്രോബ്ലം. പിന്നെ ഇതിൻ്റെ റിസൾട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ തന്നെ ജസ്റ്റ് 1 വീക്കോ അതല്ലെങ്കിൽ 2 വീക്കും കൊണ്ട് ഒന്നും നമുക്ക് റിസൾട്ട് അറിയത്തില്ല. ആ സമയം നമ്മളൊരു 1 മന്ത് 2 മന്ത് നമ്മൾ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് മാത്രം നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. ഭയങ്കരമായിട്ട് വെളുത്തിട്ട് പാറുമൊന്നും, ജസ്റ്റ് നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആവുക, ടാനും കാര്യങ്ങളെല്ലാം മാറും. പിന്നെ ഇത് എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് രാവിലെ, അതായത് ഒരു ദിവസം 2 വട്ടം യൂസ് ആക്കാം. നമുക്ക് രാവിലെയും തേക്കാം, വൈകിട്ടും തേക്കാം, കിടക്കുന്നതിന് മുന്നേയും തേക്കാം. നമുക്ക് അതുപോലെ തന്നെ ഇപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ, എവിടെയെങ്കിലും ഓഫീസിൽ കോളേജിലൊക്കെ റെഗുലറായിട്ട് പോകുന്ന പിള്ളേരിലൊക്കെ ആണെങ്കിൽ തന്നെ
നമുക്ക് രാവിലെ അപ്ലൈ ചെയ്യാന്നുണ്ട്. രാവിലെ അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ സൺസ്ക്രീൻ ഇട്ടിട്ട് അതിൻ്റെ പുറത്തായിട്ട് ജസ്റ്റ് മോയ്സ്ചറായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാന്നാണ്. ഒരു കുഴപ്പവും കാര്യങ്ങളില്ല. ഇപ്പം നമ്മൾ പെട്ടെന്ന് ഇടുമ്പോൾ തന്നെ അത് പെട്ടെന്ന് അബ്സോർബ് ആയിപ്പോകും. കാരണം ഞാൻ പറഞ്ഞു ജെൽ ബേസ് ഇട്ടിട്ടുള്ളതാണ് ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് അബ്സോർബ് ആകും. അതുകൊണ്ട് തന്നെ വലിയ സൈഡ് എഫക്റ്റോ ഒന്നും തന്നെ ഈ ഒരു പ്രൊഡക്റ്റിനില്ല. ഇനി എന്തായാലും ഞാൻ ഇതിൻ്റെ ടെക്സ്ചർ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ കണ്ട പെട്ടെന്നാണ് അബ്സോർബ് ആയത്. കാരണം ജസ്റ്റ് ഒരു 1 മിനിറ്റ് പോലും നമുക്ക് എടുത്തില്ല. കാരണം പെട്ടെന്നാണ് ഇത് അബ്സോർബ് ആയത് തന്നെ. അതായത് അതാണ് നമ്മുടെ ഓയിലി സ്കിൻ ടൈപ്പുകാർക്ക് വേണ്ടതും അല്ലേ. അപ്പം പെട്ടെന്നാണ് അബ്സോർബ് ആകുന്നത്. അല്ലാതെ ഭയങ്കര താമസം ഉണ്ടോ അങ്ങനൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഇത് അബ്സോർബ് ആയി പോട്ടോ. പെട്ടെന്നാണ് പോകുന്നത്. ഇനി ഇതിൻ്റെ അടുത്തായിട്ട് പറയാനുള്ള ഏറ്റവും ഒരു കാര്യം എന്ന് വെച്ചാൽ സ്മെല്ലാണ്. എൻ്റെ അമ്മോ അടിപൊളി സ്മെല്ലാണ്. കാരണം നല്ല സ്മെല്ലാണ്. കാരണം ഇതിലാണ് പെർഫ്യൂം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അടിപൊളി സ്മെല്ലാണ്. പിന്നെ ഈ പെർഫ്യൂമൊക്കെ അലർജി ഉള്ളവർ കാണില്ല. അപ്പോൾ അവർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടത്തില്ല. അതല്ലെങ്കിൽ നമുക്ക് ഈ പെർഫ്യൂം കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അടിപൊളി ഒരു സ്മെല്ലാണ് ഇതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെർഫ്യൂം അലർജി ഉള്ളവരങ്ങനെ ഇത് ട്രൈ ചെയ്ത് നോക്കാതിരിക്കുക. അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാത്തവരുടെ ജസ്റ്റ് ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. കാരണം നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. അടിപൊളി ഒരു ഇതാണ്. കാരണം നമ്മൾ അടുത്ത് ഇരിക്കുന്നവർ ചോദിച്ചു പോകും ഏത് പെർഫ്യൂം എല്ലാം അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതുപോലത്തെ ഒരു സ്മെല്ലാണ് ഇത്. നല്ല സ്മെല്ലും കാര്യമാണ്. കാരണം നമ്മുടെ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് സ്മെല്ല് എന്തായാലും വരില്ല. അങ്ങനെ സ്മെല്ല് വരുന്നതുകൊണ്ട് തന്നെ അടിപൊളി സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. റേറ്റ് ആണെങ്കിൽ ഇത് കൊടുത്തിരിക്കുന്നത് 350 രൂപയാണ്. ഇത് നിങ്ങൾക്ക് കാണുമെന്ന് എനിക്കറിയില്ല. ഇത് 350 കൊടുത്തിരിക്കുന്നത്. കാണുമെന്ന് എനിക്കറിയില്ല. 350 ആണെങ്കിൽ, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ആമസോണിലൊക്കെയാണ് 250 260 രൂപയ്ക്ക് കിട്ടും. ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റ് ആയിരുന്നു. അവിടെ ആണെങ്കിൽ ഇപ്പോഴത്തേക്ക് കുറച്ച് ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ ഓഫറിൽ എനിക്ക് 240 230 കിട്ടിയത്. എന്തായാലും ഈ പ്രൈസിന് എന്തായാലും അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. കാരണം മസ്റ്റ് ട്രൈ ചെയ്യണം. ഓയിലി സ്കിന്നുകാരാണ് പ്രത്യേകിച്ച് നിങ്ങൾ ഉറപ്പായിട്ടും വാങ്ങിക്കും. വിശ്വസിച്ച് തന്നെ വാങ്ങാം. പിന്നെ വേറെ സ്കിൻ ടൈപ്പുകാരൊക്കെ ജസ്റ്റ് വാങ്ങിയിട്ട് അത് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം ഉപയോഗിക്കാം. എന്നിട്ടാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിസൾട്ട് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഈ പ്രൊഡക്റ്റ് എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഓയിലി സ്കിന്നുകാർക്ക് വലിയ കുഴപ്പമില്ല. അതുപോലെ തന്നെ ഈ നോർമൽ സ്കിൻ ടൈപ്പും അതുപോലെ തന്നെ ഈ ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ടൈപ്പുകാരുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാങ്ങിയിട്ടൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം ഉപയോഗിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇത് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് കാര്യങ്ങൾ വന്നാൽ പിന്നെ അത് വലിയൊരു പണിയാവും. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനലിലാണെങ്കിൽ ഹെയർ കെയർ ടിപ്സിൻ്റെ അതുപോലെ തന്നെ ഹോസ്റ്റലേഴ്സിൻ്റെ ഹെയർ കെയർ ടിപ്സ് അതെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ആർക്കെങ്കിലും എന്തെങ്കിലും കാണണം ജസ്റ്റ് ഒന്ന് കയറി ചാനൽ ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ. ഇഷ്ടമാണെങ്കിൽ മാത്രം മതി, ആരെ നിർബന്ധിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം ഒന്ന് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.